വളരെ എക്സൈറ്റിംഗ് ആയ പ്രോജക്ട്സുമാണ് എല്ലാം. ആ സിനിമകളുടെ ഒന്നും ജോണറുകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ജോണറിൽപ്പെട്ട ഒരു മെയിൻ സ്ട്രീം മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ സിനിമ എന്ന് പറയപ്പെടുന്ന ജോണറിൽപ്പെട്ട ഒരു സിനിമയിൽ അദ്ദേഹത്തിനെ അങ്ങനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആഗ്രഹം ആ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ സിനിമയിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതൊരു സ്വപ്ന തുല്യമായ സിനിമയായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൺസ് അഗെയിൻ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ ടീമിനെ കുറിച്ചാണ്. സ്റ്റാർട്ടിങ് വിത്ത് ജിനു. ഞാൻ ജിനുവിനെ കുറിച്ച് തിരക്കഥാകൃത്തായിട്ടാണോ നിർമ്മാതാവായിട്ടാണോ സംസാരിക്കണം ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്നത്. കാരണം ഐ ബിലീവ് ജിനു ഒരു തിരക്കഥാകൃത്തായിട്ടും ഒരു നിർമ്മാതാവായിട്ടും ഈക്വലി ഫ്ലറിഷ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഖലീഫ. ഒന്ന്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തിരക്കഥയാണത്. രണ്ട്, ഈ സിനിമ ജിനു പുൾ ഓഫ് ചെയ്ത നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. കാരണം ഇത് ഒന്നാമത് ഒരു വലിയ സിനിമയാണ്, രണ്ടാമത് വലിയ ചലഞ്ചസ് ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ ഇതിന്റെ ഒരു ഫോറിൻ ഷെഡ്യൂളിന് പോകാൻ നിൽക്കുമ്പോഴാണ് ഗൾഫ് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ എങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ചേഞ്ച് ചെയ്ത് അത് കൃത്യമായി അതിനെ ഒട്ടും കൺട്രോൾ പോകാതെ ഈ പ്രോജക്റ്റിനെ കൊണ്ടു നടന്നു എന്ന് പറയുന്നത് ശരിക്കൊരു മാസ്റ്റർ ക്ലാസ് ഇൻ ഫിലിം പ്രൊഡക്ഷൻ ആയിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു ജിനു ഫോർ ദാറ്റ്. ജിനു മാത്രമല്ല, ജിനുവിനോടൊപ്പം കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന ഞങ്ങളുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സൂരജ്, സിജോ, ശ്രീലാൽ, ടു ഓൾ ഓഫ് യു. ഈ സിനിമ ഇന്ന് ഈ ഒരു സ്കെയിലിൽ ഈ ഒരു രൂപത്തിൽ എത്തിപ്പെട്ടതിൽ നിങ്ങളുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് ഐ സിൻസിയർലി താങ്ക് ഓൾ ഓഫ് യു ഫോർ ദാറ്റ്. വൈശാഖ് 15 വർഷങ്ങൾക്ക് മുമ്പാണ്, 15ആണെന്ന് തോന്നുന്നു, വൈശാഖിന്റെ ആദ്യ സിനിമയായ പോക്കിരി രാജയിൽ വൈശാഖ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഡയറക്ടോറിയൽ കരിയറിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എൻ്റെ ക്ലോസപ്പ് ആണ്. 15 വർഷങ്ങൾ വേണ്ടി വന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ. ഐ എം ട്രൂലി ഹാപ്പി. അതിനുശേഷം ആദ്യ സിനിമയിൽ നിന്ന് ഇന്ന് ഖലീഫയിൽ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് വലിയ കമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച് 100 കോടി എന്നൊക്കെ പറയുന്ന തുകകൾ നമുക്ക് പരിചിതമാക്കി തന്ന സംവിധായകനാണ് വൈശാഖ്. അപ്പോൾ ആ വൈശാഖിന്റെ കൂടെ വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ ഐ എം പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഐ എം റിയലി റിയലി ഹാപ്പി. Once again, it's a very very happy day for us and very very exciting day for us. കാരണം ഇത് ഖലീഫ പാർട്ട് 1 എന്ന സിനിമയുടെ യാത്രയുടെ ഒരു തരത്തിലുള്ള പര്യവസാനം മാത്രമല്ല, ഇത് മറ്റൊരു യാത്രയുടെ തുടക്കം കൂടിയാണ്. അപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യാൻ എല്ലാ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും I'd like to welcome the one and only മാമ്പറക്കൽ അഹമ്മദ് അലി ലാലേട്ടൻ on the stage. So please. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. ഒരു യാത്രയുടെ ഇടയിൽ കയറി വന്ന ഒരാളാണ് ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ്. ഞാനിന്ന് പുറത്തേക്ക് പോവാണ്. ഈ സിനിമയിൽ അതുപോലെയാണ്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കയറി വന്ന ഒരാളാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വിജയമായി മാറണമേ എന്ന് തന്നെയാണ്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു അധ്വാനം, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എന്തായാലും എനിക്കെങ്ങനെ ഒരു റോള് തന്ന ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച പൃഥ്വിക്കും എല്ലാവർക്കും ഉള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എപ്പോഴും സിനിമകൾ സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ ഇനി അടുത്ത സിനിമയെക്കുറിച്ച്. അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാമ്പറക്കൽ അഹമ്മദ് ഹാജി, സോറി അലി, അതിലൊരു പാവം മനുഷ്യനാണ്. അയാൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കും. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. താങ്ക് യു. ഞാൻ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി, ചേച്ചി സോറി ഞാൻ കണ്ടില്ല, സമ്മതത്തോടു കൂടി ഇത് കഴിഞ്ഞ് ഞാൻ പോവും. എനിക്ക് എയർപോർട്ടിൽ പോകണം. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എന്തായാലും ഇപ്പം പോയില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോകും. താങ്ക് യു. ലാലേട്ട ഒന്ന് തുടരണം, ഒരു സെക്കൻഡ് പെട്ടെന്ന് വിടാം. നമുക്കതിന് മുമ്പായി വൈശാഖേട്ടൻ, ജിൻഷേട്ടൻ, ടോവിനോ, സൗബിൻ, ദയവായി ഒന്ന് നമുക്ക് എല്ലാവരും ഇന്ന് കൂടിയപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയതെന്ന് മാത്രം പറഞ്ഞിരുന്നില്ല. ഇത്
ഇന്ന് ഒരു യാത്ര അവസാനിക്കുകയല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു സർപ്രൈസ് എലമെന്റ് കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. പ്ലീസ് ദയവായി സഞ്ജു ഇന്ദ്രൻ സാറിനെയും സ്വാഗതം ചെയ്യാണ്. സാദിഖ് ഒന്ന് ജോയിൻ ചെയ്യണം. രഞ്ജിയേട്ടാ പ്ലീസ്. നമുക്കപ്പോൾ എന്താ സർപ്രൈസിന് നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സിനെ കൂടെ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് മിസ്റ്റർ സൂരജ്, മിസ്റ്റർ ശ്രീലാൽ, ശിവജിത്ത് പ്ലീസ് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ റിലീസ് ആവുന്ന ആ ഒരു ദിവസം തന്നെ എൻറ്റയർ ക്രൂ ഒരുമിച്ച് ഒത്തുകൂടുന്നത്. ആൻഡ് അതിന്റെ പിന്നിൽ ആക്ച്വൽ റീസൺ എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. ഇതൊരു സീക്രട്ട് ആണോ എന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോ ചെറുതായിട്ടൊക്കെ അറിയുന്ന ഒരു സീക്രട്ട് ആണ്. ഓൾറെഡി ഇവിടെ രാജുവേട്ടൻ സംസാരിച്ചപ്പോൾ ഇതിന്റെ ഒരു ഹിന്റ് കൂടെ തന്നിരുന്നു എന്താണ് നമ്മൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. രണ്ടുപേരെ കൂടി ഒന്ന് വിളിച്ചോട്ടെ. കൈറ പ്ലീസ് ജോയിൻ us. ഡോൺ, രണ്ടുപേരും ഞങ്ങളോടൊപ്പം ചേർന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സിനിമ കണ്ടവർക്കറിയാം, വളരെ പ്രധാനപ്പെട്ട രണ്ട് വേഷങ്ങളാണ്. ജേക്സേട്ടാ വരൂ. ഈ സിനിമയിൽ നമ്മൾ വളരെ ആവേശത്തോടെ കണ്ട ഒരുപാട് സീൻസിൽ ജേക്സേട്ടന്റെ വിരലടയാളം ഉണ്ടായിരുന്നു. ആ ഗ്ലിംസ് വന്ന ഡേ മുതലുള്ള മേജർ ആന്റിസിപ്പേഷന്റെ റീസൺ കൂടെയാണ് വരുന്ന ഗൂസ് ബംസിന്റെ ക്രിയേറ്റർ. ഈ ഓണക്കാലം മുഴുവൻ ജേക്സേട്ടന്റെ ആണ്, അത് വേറൊരു കാര്യം. സോ ഐ തിങ്ക് ദേ ആർ ഓൾ സെറ്റ്. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിന്റെ റീസൺ എന്താണ് എന്ന് നമ്മളെല്ലാവരും അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഖലീഫയാണെങ്കിൽ ഇന്ന് വി ആർ ഗോയിങ് ടു റിവീൽ സംതിങ് ഫോർ യു. ലാലേട്ടാ ബസർ സെറ്റാണ്. ലാലേട്ടൻ ഒന്ന് സെന്ററിലേക്ക് വന്ന് ആ ബസർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സീക്രട്ട് റിവീലിംഗ് എന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു നല്ല കൈയടിയും ഒച്ചയും ബഹളമൊക്കെ വേണം. നമുക്കൊന്ന് ആഘോഷമാക്കി മാറ്റണം. I'm that you love him, but he's already gone, darling. Did you make two wrongs? Know that daddy never made a right before, darling. You were never made to be the judge, darling. He never changed, just wait for me to budge, darling. It's feeling like a cold dark winter, the sun still behind the trees, yeah. She asked me if I had another minute and I ain't had the heart to leave, yeah. It's feeling like a cold dark. ഇതിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയത്. ആദ്യ ഭാഗമാണ് ഇത് നമ്മളെല്ലാവരും തിയേറ്ററിൽ ആഘോഷിച്ചെങ്കിൽ ഇനി കാത്തിരിപ്പ്, മലയാള സിനിമ ആഘോഷിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാത്തിരിപ്പ് പാർട്ട് 2 വേണ്ടിയിട്ടാണ്. സോ ഒരു എന്താണ് ആന്റിസിപ്പേഷന്റെ കഥ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്ലാൻ എന്നൊന്ന് അറിയണം. ഒരു 2 വാക്ക് എല്ലാവരോടും അബൌട്ട് ഖലീഫ 2 ദ ലെഗസി. ഒരു പിടിയില്ല, സത്യം പറഞ്ഞാണ്, എനിക്കറിയില്ല എന്തൊക്കെയോ പരിപാടികളാണ്. ഇത് കേൾക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പരിപാടികൾ കറക്റ്റായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ എനിക്ക് രാജോനോട് ചോദിച്ചു നോക്കാം. രാജോൻ എന്തായിരിക്കും? അല്ല എന്നാലും ആദ്യം ഒരു 2 വാക്ക് എല്ലാവരോടും. നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തില്ലേ നമ്മുടെ 2 ദ ലെഗസി ഖലീഫ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു ലെഗസിയെ കുറിച്ച് ഈ സിനിമ കണ്ട ആൾക്കാർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ ലെഗസിയുടെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. 1970s and 80s അയാൾ കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിന്റെയും അയാൾ ഫേസ് ചെയ്ത ഒരു വലിയ ഒരു വാറിന്റെയും ഒരു കഥയുണ്ട്. ആ കഥ ബ്രീഫായിട്ട് ജിനു വൈശാഖിനോടും എന്നോടും പറഞ്ഞിട്ടുണ്ട്. ആ കഥയുടെ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ പാർട്ട് 1 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആങ്കർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും അതിന്റെ ഇതായി ലാലേട്ടനെ പോയി കാണുന്നതും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരമൊരു വലിയ സ്കെയിലുള്ള ഒരു മാസ് ആക്ഷൻ കമേഴ്ഷ്യൽ സിനിമയിൽ ലാലേട്ടനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. സോ തീർച്ചയായിട്ടും ആ സിനിമ ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് എന്നാണെങ്കിലും അത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ സിനിമ കാണാൻ പ്രേക്ഷകർക്കിടയിൽ ഞാനും ഉണ്ടാവും, ആ സിനിമയിലും ഞാനും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.
ഇത് കേൾക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് മാത്രമല്ല, ആ സിനിമയിലും ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് an anticipation again. വൈശാഖ് മൂവി വീണ്ടും മലയാള സിനിമ ആഘോഷിക്കുന്നവർക്ക് ഒരു വലിയ ആഘോഷം കൊണ്ടുവരുന്നതായിരിക്കും. ഇനി എല്ലാവർക്കും കാത്തിരിപ്പാണ്. പക്ഷെ നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തപ്പോൾ ഒരു ഫോട്ടോ എടുക്കണ്ടേ, ലാലേട്ടന് പോകാൻ തിരക്കുണ്ടെന്ന്. അപ്പൊ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന് ലെറ്റ്സ് ടേക്ക് എ പിക്ചർ, ലെറ്റ്സ് മേക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഔട്ട് ഓഫ് ദിസ്. If I had another minute and I didn't have the heart to eat, it's feeling like a cold dark winter and the sun still behind the trees. Yeah. She asked me if I had another minute and I didn't have the heart to eat. Yeah. It's feeling like a cold dark winter and the sun still behind the trees.